السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. الحمد لله. പരിശുദ്ധ റമദാനിന് ശേഷം നമ്മുടെ ഇൻസ്പിറ വീണ്ടും ആരംഭിക്കുകയാണ്. അള്ളാഹു ദീനിനു വേണ്ടി നിലകൊള്ളാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ചൈതന്യവും നമ്മിൽ നിന്ന് ഒരു നിലയ്ക്കും നഷ്ടപ്പെടരുതെന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പും ഹജ്ജുമൊക്കെ തീർന്നു പോയാലും അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിൻ്റെ അനുരണനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ടാവണം, നമ്മുടെ പ്രാർത്ഥനയിലും വേണം. നോമ്പ് കാലത്ത് നമ്മൾ ധാരാളമായിട്ട് ദ്വാർന്നിട്ടുണ്ട്. ഞങ്ങളുടെ നോമ്പും നിസ്കാരവും നിയ്യത്തും മറ്റ് സദ്വൃത്തികളെല്ലാം സ്വീകരിക്കണമേ എന്ന്. ആ പ്രാർത്ഥന ജീവിതത്തിൽ ഉടനീളം ഇനിയും പ്രസക്തമാണ്. ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേന്ന് തന്നെ ഞങ്ങളുടെ നോമ്പുകാലത്ത് നടത്തിയ ഖുർആൻ പാരായണമടക്കമുള്ള എല്ലാ അമലുകളും സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന എന്നും നമ്മുടെ ഉള്ളിലുണ്ടാവണം, നമ്മുടെ ചിന്തകളിലുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സൗദപ്രഭാഷണത്തിൽ കേട്ടതുപോലെ പുതിയ വഖഫ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ജനാധിപത്യ ബോധത്തോടുകൂടെ ചിന്തിക്കുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തിനും വലിയ ആശങ്കകളുണ്ട്. പല മതേതര സംഘടനകളും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വേൾഡ് ലെവലിൽ തന്നെയുള്ള ചില നിഗൂഢ താല്പര്യങ്ങൾക്ക് വേണ്ടി ചരിത്രപരമായ ഇന്ത്യയുടെ നിർമ്മിതിയിൽ ശക്തമായി സ്വാധീനം ചെലുത്തിയ സ്വാതന്ത്ര്യത്തിനും ശേഷമുള്ള ഇന്ത്യയുടെ ഇതുവരെയുള്ള മുന്നേറ്റത്തിലുമൊക്കെ ധാരാളമായി സംഭാവനകൾ അർപ്പിച്ച, ഇന്ത്യൻ ദേശീയത തന്നെ രൂപപ്പെടാൻ കാരണക്കാരായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പ്രബലരായ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിഗൂഢമായ കുറേയേറെ പ്രവൃത്തികളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കായികമായ കുറേ ശക്തമായ രീതിയിലുള്ള അതിക്രമങ്ങളും ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന് വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളും അധികാരങ്ങളും ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. മുസ്ലിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയെ ഇല്ലാതെയാക്കാനും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാനുമൊക്കെയായാണ് ഇന്ന് ചില നിയമങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത് എന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനാധിപത്യപരമായി ചിന്തിക്കുന്നവരൊക്കെയും സംശയിക്കുന്നു. അതുകൊണ്ടാണ് പുതിയ വഖഫ് നിയമം ചർച്ചയിൽ വന്നപ്പോൾ ഏറ്റവും ശക്തമായ രീതിയിൽ ഈ അടുത്തൊന്നുമില്ലാത്ത വിധം പ്രതിപക്ഷം ഐക്യത്തോടുകൂടെ അതിനെതിരെ അധ്വാനിച്ചത്. ഇതുവരെയും ഇല്ലാത്ത വിധം അതിശക്തമായ രീതിയിൽ ഗവൺമെന്റിന് പ്രതിഷേധത്തിൻ്റെ ചൂടിൽ ബേജാറ് പിടിക്കേണ്ടി വന്നത്. കാരണം അതൊരു വിശ്വാസികളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്ന രീതിക്കപ്പുറം ഭാരതത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സങ്കീർണമായൊരു പ്രശ്നമായിട്ടാണ്, ആവർത്തിക്കണ്ടല്ലോ, മുസ്ലിങ്ങളല്ലാത്ത ജനാധിപത്യ ബോധമുള്ളവരൊക്കെയും മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനങ്ങളിലൊക്കെ ഇതിനെതിരെയുള്ള പ്രമേയങ്ങൾ പാസാക്കിയെടുത്തത്. പ്രതിഷേധത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊണ്ടത്. സത്യത്തിൽ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ മതപരമായ ഒരു ചടങ്ങാണ്. അതിലടക്കം കൈവച്ച് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ സമാധാനത്തെ നശിപ്പിക്കണമെന്നാണ് ഔദ്യോഗിക രംഗത്തുള്ള പലരും
കരുതുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മതപരമായ ചടങ്ങ് ആ മതത്തിൻ്റെ ആദർശങ്ങളും നിയമങ്ങളും അനുസരിച്ച് നിർവഹിക്കാൻ ഇന്ത്യൻ ഭരണഘടന വിവിധ വകുപ്പുകളിൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതിനുവേണ്ടി നിലകൊള്ളുന്നതാണ് ഭരണഘടനയുടെ അന്തഃസത്ത എന്ന് ആമുഖത്തിൽ മുതൽ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളില്ലാത്ത പഴയകാല ചില പാർലമെൻറ്റ് സമ്മേളനങ്ങളിലൊക്കെ അവരുടെ അസാന്നിധ്യം നമുക്ക് കൂടുതൽ ബാധ്യതയാകുന്നു എന്ന് അന്നത്തെ നേതാക്കൾ ഉറക്കെ പ്രഖ്യാപിച്ചു. അവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിന് വേണ്ടി അവർ സംസാരിച്ചേക്കും. അവരില്ലാതെ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടെ അവർക്ക് കൂടെ സന്തോഷവും അംഗീകരിക്കാനും പറ്റുന്ന നിയമങ്ങൾ പാസ്സാക്കുകയും സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയായിട്ട് മാറുമ്പോൾ നമുക്ക് ഇരട്ടിപ്പണി വരുന്നു എന്ന് അന്നത്തെ മുസ്ലിങ്ങളല്ലാത്ത മതേതര നേതാക്കൾ പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ വളരെ ഭംഗിയിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. പക്ഷെ നിലവിലുള്ള സംവിധാനങ്ങൾ അങ്ങനെയല്ല എന്ന് പലരും പറയുന്നു. പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ തോന്നിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഒഴുക്കിനെ അനുകൂലിച്ച് ആർക്കൊക്കെ നിൽക്കാൻ പറ്റുന്നു അവരൊക്കെയും അവരുടേതായ രീതിയിൽ ഈ സമൂഹത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മിനിഞ്ഞാന്നാണ് നമ്മുടെ മലപ്പുറത്ത് വന്നിട്ട് SNDP തലവൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ 85 വയസ്സിലേറെ ഉണ്ട് അയാൾക്ക്. ആശാനെ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ ഇരുന്ന് നിയന്ത്രിച്ച ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വയസ്സിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നയാളാണ് അദ്ദേഹം. മലപ്പുറം ജില്ലയിലും പലവട്ടം അദ്ദേഹം വന്നിട്ടുണ്ട്. പല പരിപാടികളിലും അയാൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഒഴുക്കിന് അനുകൂലിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളെ പ്രതീക്ഷിച്ച്, കാരണം വലിയ മുതലാളിമാരാണ്, വലിയ കച്ചവടക്കാരാണ്, മദ്യ ബിസിനസ്സുകാരനാണ് അദ്ദേഹം. സ്വാഭാവികമായും ഇന്ത്യൻ ഗവൺമെൻറ് ഇത്തരം ആളുകളെ ഒതുക്കാൻ വേണ്ടി കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സംവിധാനങ്ങൾ, ED പോലെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ ഇവരെ ഉപയോഗപ്പെടുത്തി തൻ്റെ സാമ്രാജ്യ ഒരു പോറലും ഏൽക്കരുത് എന്ന നല്ല വിചാരം കൊണ്ടാകണം. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇവരെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വോട്ട് ബാങ്കാണെന്ന് തെളിയിച്ച് അതുവഴി വ്യക്തിപരമായും അല്ലാതെയും നേടിയെടുക്കാനുള്ള കുറേ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും വിചാരിച്ചാകണം. മലപ്പുറം ജില്ല പ്രത്യേകമായൊരു വിഭാഗം ആളുകളുടെ സംസ്ഥാനമാണെന്ന് അയാൾ പറയുന്നു. മറ്റുള്ളവർക്ക് സ്വതന്ത്രമായി ശ്വാസം എടുക്കാൻ പറ്റില്ലെന്ന് അയാൾ പറയുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, വസ്തുതയോട് എത്രമേൽ വിരുദ്ധമാണ് ഈ പരാമർശം. ഇത്തരം കോച്ചിങ്ങുകൾ നൽകിയാണ് നമ്മുടെ ജില്ലയിലേക്ക് കലക്ടർമാർ പലപ്പോഴും എത്തുന്നത്. പക്ഷേ ജില്ലയിലെത്തിയ ഒരാഴ്ചയോടുകൂടി അവരുടെ അഭിപ്രായങ്ങളും അതുവരെ അവർ സൃഷ്ടിക്കപ്പെട്ട ഭീതിയും മുഴുവനായി ഇല്ലാതെയാകുന്നു. ഇത്രമേൽ സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ അവർ കണ്ടില്ലെന്ന് പലപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, നമ്മുടെ ഈ കോഴിച്ചനയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകം സൈനിക വിഭാഗം, അവരുടെ തലവനായി ദീർഘകാലം ഈ ജില്ലയിൽ താമസിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരേന്ത്യയിലേക്ക് റിട്ടയർമെൻറ്റിന് ശേഷം തിരിച്ചു പോകുമ്പോൾ യാത്രായപ്പ് യോഗത്തിൽ അയാൾ പറഞ്ഞത് മലപ്പുറം ജില്ലയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് പ്രാകൃത മനുഷ്യരാണ് എന്നായിരുന്നു എനിക്ക് ലഭ്യമായ നിർദ്ദേശം. ജനാധിപത്യപരമായ കാര്യങ്ങളിലൊന്നും അവർ സഹകരിക്കില്ലെന്നായിരുന്നു. എപ്പോഴും വയലൻ്റ് ആയിരിക്കും ആ നാട് എന്നായിരുന്നു. വലിയ ജോലി ബാധ്യതയുണ്ടാകും, അവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നിരന്തരമായി ഇറങ്ങേണ്ടി വരുമെന്നായിരുന്നു. പക്ഷേ 10-23 വർഷം ഞാനിവിടെ സേവനമനുഷ്ഠിച്ചപ്പോൾ 2 പ്രാവശ്യം മാത്രമാണ് ഈ ജില്ലയിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത്. ഒന്ന് കടലുണ്ടിയിൽ ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ, അതേപ്രകാരം മറ്റൊരു അപകടം സംഭവിച്ചപ്പോഴും. നേരെമറിച്ച് കലാപങ്ങൾ ഒതുക്കാൻ വേണ്ടി ഞങ്ങൾ നിരന്തരമായി ഇറങ്ങിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലും കോയമ്പത്തൂരിലുമൊക്കെ. ഇവിടെ കലാപങ്ങൾക്ക് വേണ്ടി അതൊതുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടേ ഇല്ലെന്നും ഞങ്ങൾ ആകെ ഇറങ്ങിയത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പുറം ലോകത്ത് ഈ ജില്ലയെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഒരു ആന പന്നിപ്പടക്കം കടിച്ചിട്ട് ചെരിഞ്ഞപ്പോൾ
അതുപോലും ഈ ജില്ലയിലേക്ക് കള്ളത്തരത്തിൽ കെട്ടിവെച്ച് അവിടെ അങ്ങനെയാണ് ജീവിതം എന്ന് ദേശീയ വ്യാപകമായി പ്രചാരണങ്ങളുണ്ട്. നമ്മുടെ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ജനകീയമായ ഒരു പൂരം ആഘോഷത്തിൻ്റെ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ചുമരിൽ ഒരു ഇളമ്പച്ച കളർ വന്നപ്പോൾ അമ്പലം പിടിച്ചടക്കി ദർഘയാക്കി എന്ന് പോലും പ്രചാരണം ഉണ്ടായി. ഇത് ഏതെങ്കിലും ഒരു നിഗൂഢ സംഘം നടത്തുന്നതല്ല. രജിസ്ട്രേഷനൊക്കെ ചെയ്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഔദ്യോഗിക സംഘടനകളാണ് ഇത്തരം വ്യാജമായ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ അപകടം പറ്റിയ, ആക്സിഡന്റ് പറ്റിയ 2 സിനിമാ നടന്മാരുടെ വർത്തമാനം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയ്ക്ക് അപ്പുറത്ത് രാവിലെ കാറോടിച്ചു വരുമ്പോൾ 2 മുസ്ലിം കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ട് മരിച്ചതും, അതേ തുടർന്ന് ആ ജില്ലയിലും ആ നാട്ടിലുമായതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അമുസ്ലിങ്ങളായ സിനിമാ നടന്മാർ പ്രഖ്യാപിച്ചതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി തന്നെയും പലവട്ടം നമ്മുടെ ജില്ലയിലേക്ക് വന്നിട്ടുണ്ട്. പല പരിപാടികളിലും, സ്വകാര്യ പരിപാടികളിലും, ഔദ്യോഗിക സംഘടനാ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ശ്വാസം വിടാൻ പറ്റൂല എന്നാണ് അദ്ദേഹം ഈ മിനിഞ്ഞാന്ന് നിലമ്പൂരിൽ വെച്ച് പ്രസംഗിച്ചത്. ഇവിടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ മാത്രമല്ല, മറ്റുള്ളവരോട് അദ്ദേഹത്തിന് അന്വേഷിക്കാമായിരുന്നു. മുമ്പിലിരിക്കുന്ന SNDP പ്രവർത്തകരോട് അദ്ദേഹത്തിന് അന്വേഷിക്കാമായിരുന്നു. സൗഹൃദത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും കലാപങ്ങൾ എന്ന് കേരളത്തിനും ഇന്ത്യക്കും ഭീഷണിയാകുന്ന ആ വലിയ പ്രശ്നം വളരെ കുറവ് മാത്രം സംഭവിക്കുന്ന ഈ ഒരു ജില്ലയിൽ, ഈ ആഴ്ചയിൽ പോലും വളഞ്ചേരിക്കടുത്തൊരു ക്ഷേത്രത്തിൽ മാംസം കവറിലാക്കി, മനുഷ്യ വിസർജ്യം കവറിലാക്കി ക്ഷേത്രത്തിലേക്ക് വലിച്ചെറിയുകയും കലാപത്തിന് ശ്രമം നടത്തുകയും അതിന് കോപ്പുകൂട്ടുകയും ചെയ്തയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു അമുസ്ലിമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രത്തിന് കാവൽ നിൽക്കാനും ക്ഷേത്ര ഉത്സവങ്ങളിലൊക്കെ പലപ്പോഴും കുഞ്ചിക സ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കാനുമൊക്കെ ഈ ജില്ലയിലെ മുസ്ലിങ്ങൾ, വിശ്വാസികൾ തയ്യാറാകുന്നതും നമ്മൾ കാണാറുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അതല്ല പ്രധാനം. അയാൾക്ക് ഈ ജില്ല വളരെ വൃത്തികെട്ടൊരു ജില്ലയാണെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും നാട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ടായി സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ വെറും ഒരു മധ്യമുതലാളിയായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. അതല്ലെങ്കിൽ ആശാനെ പോലെയുള്ള വലിയൊരു മഹത്വമുള്ള വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തിന് പിൽക്കാലത്തും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടും. ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒഴുക്കിന് വേണ്ടി പല ഓളങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞാനത് അവസാന ഭാഗത്ത് പറയുന്നതാണ് വിചാരിച്ചത്. ആലോചിച്ച് നോക്കൂ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി വ്യാപകമായ കള്ളപ്രചാരണങ്ങൾ നടക്കണം. മതമായിട്ടൊരു ബന്ധമില്ലാത്തത് കാര്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ പശുമാംസം വലിയ വിവാദമാണ് നമ്മുടെ ഇന്ത്യയിൽ. അഖ്ലാഖിനെ പോലെയുള്ള മധ്യവയസ്കരെയൊക്കെ പശുമാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കി തല്ലിക്കൊന്നത് നമുക്കറിയാം. ഒരാളൊന്നുമല്ല അങ്ങനെ കൊല ചെയ്യപ്പെട്ടത്, നിരവധി ആളുകൾ. വാർത്തയിൽ വന്നതും വന്നാത്തതും അല്ലാത്തതുമായ നിരവധി മുസ്ലിങ്ങൾ ഈ ഒരൊറ്റ കാരണത്താൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആൾക്കൂട്ടാക്രമം എന്ന് ഓമനപ്പേര് വിട്ട് വിളിക്കുന്ന ഇത്തരം ക്രൂരമായ വംശനാശ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ് പശു അല്ലെങ്കിൽ പശുമാംസം ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉലുഹയ്യത്ത്, അവർ ഈ ആടിനെയും മാടിനെയും ഒക്കെ അറവ് നടത്താറുണ്ട്. അതല്ലാത്ത മാർഗങ്ങളും അവർക്കുണ്ട്. പശുവിനെ അറുത്തിരിക്കണം എന്ന് നിയമമൊന്നുമില്ല. പിന്നെ അവർ മിശ്രബുക്കുകളാണ്, മനുഷ്യൻ്റെ സൃഷ്ടിപരമായ സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ്. അവർ മാംസം ഭക്ഷിക്കാറുണ്ട്. അങ്ങനെ ആരാധനാപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാകയാൽ അതിൽ പിടിച്ചു തൂങ്ങിയാൽ വലിയൊരു സമൂഹത്തെ പാർശ്വവൽക്കരിക്കാൻ പറ്റും എന്നൊരൊറ്റ കാരണത്താലാണ് പശു പിൽക്കാലത്ത് വിവാഹത്തിലേക്ക് എത്തിയത്. ചതുർവേദങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനമുള്ളതാണ് ഋഗ്വേദം. ഋഗ്വേദത്തിൽ പറയപ്പെടുന്ന നിരവധി ദേവതകളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന
ശ്രേഷ്ഠനായ ദേവതയായി പരിചയപ്പെടുത്തുന്നത് ദേവേന്ദ്രനാണ്, ഇന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ സ്ഥിരം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു പാനീയം സോമം എന്ന പേരിൽ ഈ ഋഗ്വേദം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കൂട്ട് പശുമാംസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സോമൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് പശുമാംസമാണ്. പശു അന്നത്തെ വ്യാപകമായ ഭക്ഷ്യപദാർത്ഥമായിരുന്നു എന്ന് നമുക്ക് വേദങ്ങളിലും പുരാണങ്ങളിലും ധാരാളം കാണാൻ പറ്റും. ഇന്ന് മഹത്വവൽക്കരിക്കപ്പെട്ട് കൊണ്ടാടപ്പെടുന്ന പല ദൈവങ്ങളും പശുമാംസം സ്ഥിരമായി ഉപയോഗിച്ചിരുന്നവരാണ്. ഭാരതീയ ചിന്ത എന്ന് പറയുന്ന കെ ദാമോദരന്റെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുക. പശുക്കൾ അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. അതിഥിക്ക് പോലും പശുഘാതകൻ എന്നാണ് പേര്. എന്തുകൊണ്ട്? പശുവിനെ ഒന്ന് കൊല്ലണ ആളല്ല, നേരെ മറിച്ച് അതിഥി വന്നാൽ നൽകേണ്ട ഏറ്റവും നല്ല ഭക്ഷണം പശുവിനടുത്തുള്ള മാംസമാണ്. അപ്പൊ അതുകൊണ്ട് അതിഥി വന്നിട്ടുണ്ടെങ്കിൽ അതിഥിക്ക് പശുവിനെ കൊടുക്കേണ്ടതിനാൽ പശു വ്യാപകമായി അറുക്കപ്പെടും. അതുകൊണ്ട് അതിഥി പശുഘാതകനാണ്. സോമരസമില്ലാതെ ഇന്ദ്രന്റെ ജീവിതമില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ പശുമാംസം ഭക്ഷിച്ചിരുന്നവരായിരുന്നു അന്നത്തെ മാമുനിമാരെല്ലാവരും, സ്വാമി വിവേകാനന്ദൻ വരെയും. എത്ര പുസ്തകം ഉണ്ട് അത് സംബന്ധമായിട്ട്? ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം തലവനാകുന്ന പ്രൊഫസർ കഞ്ചായലയ്യയുടെ യരുമദേശീയത എന്ന പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ്, നമ്മൾ വായിച്ചു നോക്കുക. സ്വാമി വിശ്വഭദ്രാനന്ദ സ്വാമിയുടെ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അദ്ദേഹം രചിച്ച പശുമാംസത്തെയും അതും വേദവും പുരാണങ്ങളുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള പുസ്തകം പ്രസിദ്ധമാണ്, കേരളത്തിൽ ലഭ്യമാണ്. നാസ്തിക മോർച്ചയുടെ തലവനാകുന്നതിൻ്റെ മുമ്പ് ഇന്ന് യുക്തിവാദികളുടെ നേതാവുന്ന രവിചന്ദ്രൻ സി രചിച്ച ബീഫും ബിലീഫും എന്ന പുസ്തകം ഇന്ന് വിപണിയിലുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അദ്ദേഹം പിന്നീട് ഈ ഒരു സംഘത്തോടൊപ്പം ചേരുന്നുണ്ട്, അതൊക്കെ അയാളുടെ പിൽക്കാല പരിണാമം. ഈ പശുമാംസം വിവാദമാകുന്നു. ഇങ്ങനെ വിവാദമായി വിശ്വാസികളെ പശുമാംസം സൂക്ഷിച്ചു എന്നുള്ള പേരൊക്കെ പറഞ്ഞ് തല്ലിക്കൊല്ലുമ്പോൾ തന്നെയും ഇന്ത്യ ബ്രസീലിനെ തോൽപ്പിച്ച് പശുമാംസം കയറ്റിവിടുന്ന വിഷയത്തിൽ 1-ാം സ്ഥാനത്തെത്തുന്നു ഈ ഭരണകൂടത്തിൽ, ഈ ഭരണകാലത്ത്. 2014 ഈ ഒരു ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായ കാര്യമായൊരു പുരോഗതി ഏറ്റവും കൂടുതൽ പശുമാംസം കയറ്റിവിടുന്ന നാടായി ഇന്ത്യ മാറി എന്നുള്ളതാണ്. ഇവിടെയൊക്കെയുള്ള കോർപ്പറേറ്റുകളുടെ കള്ളക്കണ്ണുകളെ നമ്മൾ കാണുകയും വേണം. എനിക്കത് വിസ്തരിച്ച് പറയാൻ പ്രയാസമുണ്ട്. ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം പശുവിനെ അതിൻ്റെ പാല് വറ്റിക്കഴിഞ്ഞാൽ വിൽപ്പന നടത്തുന്നതോടുകൂടെ അടുത്ത പശുവിനെ മേടിക്കാനുള്ള വലിയൊരു സഹായമായി ഇത് മാറുമായിരുന്നു. അതില്ലാതെയാക്കി. പിന്നെ പശുവിനെ സ്വയം പോറ്റണം എന്ന് നിയമം വന്നു. കുറച്ചുകാലൊക്കെ പോറ്റിയാലും ഒരു ഉപകാരമില്ലാത്ത സാധനത്തിനെ അങ്ങാടിയിൽ കൊണ്ടുപോയി അഴിച്ചുവിടും ഈ കർഷകർ. അങ്ങനെ സാമൂഹിക രംഗത്ത് പശുക്കൾ വലിയ ഭീഷണിയായി മാറുന്നു. ജ്വല്ലറികളിലേക്കും ടെക്സ്റ്റൈൽസുകളിലേക്കും പച്ചക്കറി കടകളിലേക്കും അവ അതിക്രമിച്ചു കയറുന്നു, വിസർജനം നടത്തുന്നു, മൂത്രമൊഴിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഒരു കട തുറക്കാൻ ഒരാൾ വരണമെങ്കിൽ അയാൾ ഒരു വാഹനത്തിൽ, വലിയൊരു ടാങ്കർ വാഹനത്തിൽ വെള്ളമിട്ട് വരണം. ആ കടയുടെ മുൻഭാഗം മൊത്തം തൊഴുത്തുപോലെ വിസർജനം നടത്തി മൂത്രമൊഴിച്ച് പശു വൃത്തികേടാക്കിയിട്ടുണ്ടാവും. സ്വൈരവിഹാരം പോലും തടസ്സപ്പെടുന്നു. ചെറിയ മക്കൾക്ക് നടന്നു പോകാൻ കഴിയാത്ത വിധം പശുക്കൾ ഭീഷണിയാകുന്നു. വഴിയോരങ്ങളിൽ തീരെ അന്നം കിട്ടാതെ, വെള്ളം കിട്ടാതെ പശുക്കൾ ചത്തൊടുങ്ങുന്നു. ഇങ്ങനെ സാധാരണ ആളുകൾക്ക് പശുവുമായുള്ള ലാഭം പറ്റയില്ലാതെയാകുമ്പോൾ കോർപ്പറേറ്റുകൾ, അൽകബീർ പോലെയുള്ള ഇത്തരം സംഘടനകളുടെ തലപ്പത്തുള്ളവർ നിയന്ത്രിക്കുന്ന പശുമാംസ കച്ചവടക്കാർ രംഗത്ത് വരുന്നു. 35,000-ഉം 40,000-ഉം കൊടുത്ത് പശുവിനെ വാങ്ങുന്നതിന് പകരം 2,000-ഉം 3,000-ഉം കൊടുത്ത് ഒരു പശുവിനെ ചുളുവിൽ അവർ കൈവശപ്പെടുത്തുന്നു. അവിടെ ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് തലക്കടിച്ചു കൊന്നിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഹലാൽ കട്ട് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് അറേബ്യൻ നാടുകളിലേക്കും മറ്റും കയറ്റിവിടുന്നു. പാവപ്പെട്ട ആളുകൾ പിന്നെയും തോറ്റുകൊണ്ടിരിക്കുന്നു. വേദത്തിൽ അതിൻ്റെ വിരുദ്ധതയില്ല, പുരാണങ്ങളിലില്ല. പൂർവികരാകുന്ന മഹർഷിമാരും ഋഷിവര്യന്മാരും ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇത്തരം ആളുകൾ തന്നെ പശുവിനറുത്ത് മാംസം കയറ്റുമതി ചെയ്യുന്നു.
പക്ഷേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ഫ്രിഡ്ജിൽ ഒരു മാംസം കണ്ടാൽ അത് പശുവാണെന്ന് മുദ്രകുത്തി, ആടായിരിക്കും കോഴിയായിരിക്കും, തല്ലിക്കൊല്ലുന്നു. എന്തുകൊണ്ട്? ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഏകദേശം ആ വിധത്തിലാണ്. ഇപ്പോൾ ലവ് ജിഹാദ് നമ്മൾ സംസാരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ എല്ലാ അംഗീകൃത ഏജൻസികളും പരിശോധിച്ച് നിരന്തരമായി അന്വേഷണം നടത്തിയിട്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ലക്ഷ്യം വെച്ച് ഗവേഷണം നടത്തുന്ന കുറേ ആളുകൾ പോലും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ പോലും കഠിനമായി അധ്വാനിച്ചിട്ടും അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് നിരന്തരം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും റിപ്പോർട്ട് കൊടുത്തൊരു സംഗതിയാണ് ലവ് ജിഹാദ്. എന്നുവെച്ചാൽ വ്യാപകമായ രീതിയിൽ മുസ്ലിം ചെറുപ്പക്കാർ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയിച്ച് ഇസ്ലാം മതത്തിൽ ചേർക്കുന്നു എന്ന പ്രചാരണം. ലവ് പല മതത്തിലുണ്ട്, പല മതവിശ്വാസികൾക്കിടയിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നിയാൽ അവിടെ മതം തടസ്സാവാറില്ല പലർക്കും. പക്ഷേ അത് ഇസ്ലാം സൊസൈറ്റി പ്രത്യേകമായൊരു ജിഹാദ് പോലെ അതിനെ സംവിധാനിച്ചിരിക്കുന്നു എന്നും വ്യാപകമായി പ്രചാരണം നടത്തുമ്പോൾ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗോൾവാക്കറുടെ വിചാരധാരയിലൊക്കെ ഒന്നാമത്തെ ശത്രുവായിട്ട് പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാ അന്വേഷണ ഏജൻസികളും അങ്ങനെ സംഭവം ഇല്ലെന്ന് തുറന്നു പറഞ്ഞതാണ്. പക്ഷെ അതുണ്ടെന്ന് നിരന്തരമായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. എത്രത്തോളം PC ജോർജ് എന്ന് പറയുന്ന വളരെയേറെ വൃത്തികെട്ട രീതിയിൽ വർഗീയത മാത്രം പറഞ്ഞ് ശീലിച്ച മനുഷ്യൻ ഈയിടെ പറഞ്ഞത് ഒരു ഭാഗത്തു നിന്ന് മാത്രം 400-ലധികം പെൺകുട്ടികളെ പ്രണയം നടിച്ചു കൊണ്ടുപോയി എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ട ചില സംഗതികളുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ അന്യ സ്ത്രീ പുരുഷ ദർശനം നിഷിദ്ധമാണ്. അന്യ സ്ത്രീ പുരുഷ സംയുക്ത യാത്ര നിഷിദ്ധമാണ്. അവർ സംഗമിക്കുന്നത് നിഷിദ്ധമാണ്. അനാവശ്യമായി സംസാരിച്ചിരിക്കുന്നത് നിഷിദ്ധമാണ്. ആസക്തിയോടുകൂടെ പെണ്ണിനെ നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമാണ്. പിന്നെ എങ്ങനെയാണ് മതത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രണയം നടിക്കൽ, വ്യഭിചാരം നടത്തൽ, ഒന്നിച്ച് യാത്ര ചെയ്യൽ? ഒരു സ്ത്രീയെ ആസക്തിയോടുകൂടെ നോക്കുന്നത് പോലും കഠിനമായി ഹറാമാക്കിയ ഈ ആദർശത്തിൽ എങ്ങനെയാണ് ലവ് ജിഹാദ് എന്നും പറഞ്ഞിട്ട് പെൺകുട്ടികളെ അടിച്ചോണ്ട് മാറ്റിപ്പോരൽ? അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഒരു മേഖലയിൽ നിന്ന് മാത്രം 400 ക്രൈസ്തവ പെൺകുട്ടികളൊക്കെ മുസ്ലിങ്ങളോടൊപ്പം ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവ പെൺകുട്ടികൾ തീരെ വിവേകവും പക്വതയും ഇല്ലാത്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരുത്തം വന്ന് ഒന്ന് ചിരിക്കുമ്പോഴേക്ക് ഇറങ്ങിപ്പോകാൻ മാത്രം മന്ദബുദ്ധികളാണ് ഇവർ എന്ന് അവരുടെ നേതാക്കൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ഒരു കേസ്, എന്തുകൊണ്ട് ഈ ക്രൈസ്തവ പെൺകുട്ടികൾക്ക് ക്രൈസ്തവ പുരുഷന്മാരെ പറ്റുന്നില്ല? കുറെ കാലം ഇസ്ലാമിലൊക്കെ നിന്ന് ഇപ്പോൾ ക്രൈസ്തവരുടെ വലിയ സ്റ്റാറായി മാറിയ മരിയോ ജോസഫ്, അയാൾ പറയുന്നുണ്ട് ക്രൈസ്തവ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇസ്ലാം സൊസൈറ്റിയോടൊപ്പം ഇറങ്ങിപ്പോണമെന്ന്. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ദുരുദ്ദേശം ഉണ്ടാവും. അയാൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പുകേട് കൊണ്ട് എന്നാണ്. ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പല നേതാക്കളും. കാരണം 400-ലധികം പെൺകുട്ടികൾ ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോഴേക്ക് പുരുഷന്മാർ മുസ്ലിങ്ങളോടൊപ്പം ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ആൺകുട്ടികൾക്കും യുവാക്കൾക്കും എന്തൊക്കെയോ തകരാറുണ്ടെന്ന് അവരറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ പുറമെ ഈ ആരോപണം നിരന്തരമായി ഉന്നയിക്കുന്ന ഞാൻ ഈ പറഞ്ഞ വ്യക്തി, കേരളത്തിലെ പ്രസിദ്ധനായൊരു നടന്റെ മകളാകുന്ന പാർവതിയെ തൻ്റെ മകന് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിബന്ധന വെച്ചത് പാർവതി മാമോദീസ മുക്കിയിട്ട് ക്രൈസ്തവ മതത്തിൽ ചേരണം എന്നായിരുന്നു. ഇപ്പൊ അൽഫോൻസയാണ് ഈ പാർവതി. അൽഫോൻസയാണ് ഇപ്പൊ പാർവതി എന്ന് പറയുന്ന പെൺകുട്ടി. ഇതൊരു പുതിയ വിവരമൊന്നുമല്ല, ഞാനായിട്ട് പ്രഖ്യാപിക്കുന്നതുമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കേസാണ്. ബൈബിളിൽ തന്നെ മത്തായി സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കണ്ണിൽ നിന്ന് വലിയ തടിക്കഷ്ണം എടുത്തു ഒഴിവാക്കിയിട്ട് മതി അന്യന്റെ കണ്ണിലെ കരട് തപ്പാൻ എന്നാണ്. അങ്ങനെ വരുമ്പോൾ നല്ല തെളിഞ്ഞ് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ കണ്ണിൽ വലിയ തടിക്കഷ്ണം ഇട്ടിട്ട് അന്യന്റെ കണ്ണിലെ കരട് കാണാൻ ശ്രമിച്ചാൽ അത് കാണൂല. നേരെ വെച്ച് തടിക്കഷ്ണം മാറ്റിയിട്ട് കാണാൻ ശ്രമിച്ചാൽ നന്നായിട്ട് കാണുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇത്തരം നേതാക്കൾക്ക് ഓർമ്മപ്പെടുത്താനുള്ള ബൈബിളിലെ ഒരു വാക്യം ഇതാണ്. എന്നാലും പറഞ്ഞുകൊണ്ടേയിരിക്കും മുസ്ലിങ്ങൾ പെൺകുട്ടികളെ വ്യാപകമായി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധാണ്. ലക്ഷ്യം മാത്രം മോഹനമായാൽ പോരാ,
അതിനുള്ള മാർഗങ്ങൾ സുതാര്യമാവണം. മതത്തിന് 100% അംഗീകരിക്കാൻ പറ്റുന്നതാവണം. പ്രണയിക്കാനോ ഒപ്പം നടക്കാനോ സല്ലപിക്കാനോ ആസക്തിയോടുകൂടെ അന്യ സ്ത്രീ പുരുഷന്മാർ ദർശിക്കാൻ പോലോ വിശുദ്ധ ഇസ്ലാം സമ്മതിക്കുന്നേയില്ല. ഓരോ കാര്യം അങ്ങനെയാണ്. ധാരാളമായി പ്രസവിക്കുന്നു എന്നുള്ള ആരോപണം. ഏതാനും വർഷം കഴിയുമ്പോഴേക്ക് മുസ്ലിങ്ങൾ ന്യൂനപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷമാകുമെന്ന അഭിപ്രായം അല്ലെങ്കിൽ പ്രചാരണം. സ്വാഭാവികമായി 8-10 നൂറ്റാണ്ട് കൊണ്ടൊന്നും ഇവർ പറയുന്നത് നിലനിന്നാൽ തന്നെയും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ഒന്ന്. രണ്ടാമത്, ആർക്കും പ്രസവിക്കാം, ആർക്കും മക്കളെ വളർത്താം. ചില ആളുകൾ അത് ചെയ്യുന്നു, മറ്റു ചില ആളുകൾ എന്തൊക്കെയോ ആശങ്ക കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അത് ചെയ്യുന്ന കൂട്ടത്തെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഇല്ലാതെയാക്കാനും ശ്രമിക്കാനുള്ള ഒരു മാനദണ്ഡമാക്കല്ല വേണ്ടത്. പിന്നെ എല്ലാവരെയും പോലെ ആ വിഷയത്തിലൊക്കെ അധ്വാനിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. ഒന്ന്. ഇതേ പ്രകാരം തന്നെയാണ് വ്യാപകമായി പ്രചാരണത്തിലുള്ള ഇന്ത്യയിൽ വലിയ ഭൂസ്വത്ത് വഖഫിന്റെ പേരിൽ മുസ്ലിങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ള പ്രചാരണവും. അതില്ലാതെയാക്കാനാണ് പുതിയ വഖഫ് ബില്ലെന്നാണ് ഗവൺമെന്റിന്റെ ന്യായം. വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. എന്താണ് വഖഫ്? വഖഫ് എന്താണ്? സ്വതന്ത്രനാകുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ ക്രയവിക്രയത്തിന് അധികാരമുള്ള ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ഉപയോഗം കൊണ്ട് നശിച്ചു പോവാത്ത എന്തെങ്കിലും ഒരു വസ്തുവിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് വഖഫ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടെ 3 കാര്യങ്ങളല്ലാത്തതെല്ലാം നശിച്ചു പോകുന്നു. അതിൽ എണ്ണുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് നിത്യമായി നിലനിൽക്കുന്ന സദഖ. മഹാന്മാരായ ഫിഖ് പണ്ഡിതന്മാരെല്ലാവരും ഈ ഒരു സദഖയെ വഖഫ് എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. നിത്യമായി നിലനിൽക്കണം, ഉപയോഗത്തോടുകൂടെ നശിക്കാൻ പാടില്ല. അപ്പൊ ഹൗദിലെ വെള്ളം വഖഫ് ചെയ്യാൻ പറ്റൂല, അത് ഉപയോഗിക്കുന്നതോടുകൂടെ ഇല്ലാതെയാകും. നേരെ മറിച്ച് ഭൂമി പള്ളി ഉണ്ടാക്കാൻ, ചാരിറ്റി പ്രവർത്തനം നടത്താൻ, ഹലാലായ വേറെ എന്തെങ്കിലും രീതി നടത്താൻ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വഖഫ് ചെയ്യാൻ പറ്റും. വഖഫ് ചെയ്യുന്നതോടുകൂടി ആ വ്യക്തിക്ക് പോലും അതിൽ അധികാരമില്ലാത്ത വിധം അതിൻ്റെ ഉടമസ്ഥനായി അള്ളാഹു മാറുന്നു, സ്രഷ്ടാവ് മാറുന്നു. ഇങ്ങനെയുള്ള നിരവധിയായ സ്വത്തുക്കളുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഈ ഭൂസ്വത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്തോളൂ എന്ന് നിർദ്ദേശം കൊടുക്കുകയും വഖഫിൻ്റെ നിബന്ധന പറഞ്ഞു കൊടുക്കുകയും അത് നിങ്ങൾ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിലൊരു അധികാരം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി വഖഫ് ചെയ്യുന്നത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, ഒട്ടുമിക്ക സഹാബികളും എന്തെങ്കിലുമൊക്കെ ഒന്ന് വഖഫ് ചെയ്തിരുന്നു പരലോകത്തിന് വേണ്ടി. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വഖഫ് സ്വത്തുക്കൾ കൂടി വന്നത്. ദർസ് നടത്താനുള്ള വഖഫ്, ഖബറിൻ്റെ അടുത്ത് ഓതാനുള്ള വഖഫ്. വാഴക്കാട് ദാറുൽ ഉലൂമിലൊക്കെ ഉണ്ട്. ഖബറിൻ്റെ അടുത്തും ഖിയാമത്ത് നാൾ വരെ ഓതാൻ വേണ്ടി അതിനുള്ള ചെലവിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വലിയ വഖഫ്. ഈ വഖഫിൻ്റെ നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. വഖഫിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് അതിനെ ചെലവഴിക്കലും നിർബന്ധമാണ്. ഇപ്പോൾ മുനമ്പത്തെ വഖഫ് ഭൂമിയൊക്കെ നല്ലൊരു കുടുംബം ദീനീപരമായ വൈജ്ഞാനിക ആവശ്യത്തിന് വേണ്ടി നൽകിയിട്ട് അത് തീരെ ഉത്തരവാദിത്വ ബോധമില്ലാതെ നശിപ്പിച്ചു കളഞ്ഞ ചില സംഘടനകളെ കുറിച്ചും ചർച്ച വരുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ നശിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ എല്ലാ കൈകാര്യവും ഒരു ബന്ധമില്ലാത്ത മറ്റൊരു മതക്കാരനെ ഏൽപ്പിച്ചു പോന്നു. അയാൾ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് അത് പലർക്കും വിറ്റ് കളഞ്ഞു. ഇപ്പം അത് വിവാദമായ സമയത്ത് അതിൽ മുമ്പേ പണം കൊടുത്തു വാങ്ങി താമസം തുടങ്ങിയവരാണ് കുറേ ആളുകൾ. കുറേ വലിയ മുതലാളിമാരുടെ ബിസിനസ് സംരംഭങ്ങളും റിസോർട്ടുകളുമാണ് അതിൽ. വിദ്യാഭ്യാസപരമായി സമൂഹം പിന്നിൽ നിന്ന കാലത്ത് ഒരു കുടുംബം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ അഭ്യുന്നതിക്ക് വേണ്ടി നൽകിയ കോടിക്കണക്കിന് രൂപ വില മൂല്യമുള്ള ആ ഒരു സ്വത്ത് പിടിപ്പുകേട് കൊണ്ട് കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് ഇപ്പൊ ചില ആളുകൾ. അവരാണ് പിന്നെ വഖഫ് വിൽക്കാൻ പറ്റുന്നൊക്കെയുള്ള മസാലകളൊക്കെ ആയിട്ട് വരുന്നത്. വഖഫ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്
ആ വഖഫ് ചെയ്ത ആൾക്ക് പോലും ഒരു അധികാരമില്ലാതെ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് കാര്യത്തിനാണോ ഉപയോഗിക്കാൻ വഖഫ് ചെയ്തത് അതിന് മാറ്റണമെന്നാണ് നിയമം. ഇന്ത്യയിൽ ധാരാളമായി വഖഫ് ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ ഈ മുഗളന്മാരുടെയൊക്കെ ഭരണകാലത്താണ്. അവർ നല്ല മതപരമായി താല്പര്യമുള്ള ഭരണാധികാരികൾ ഇസ്ലാമിക സംരംഭങ്ങൾക്ക് വേണ്ടി ധാരാളം വഖഫ് ചെയ്തു. അന്ന് ഇന്നുള്ളതുപോലെയുള്ള വസ്തു രേഖപ്പെടുത്തലും രജിസ്ട്രേഷനൊന്നുമില്ല, നമുക്കറിയാം. ആ സ്വത്തുകളൊക്കെയും വഖഫിന്റെ ഉദ്ദേശത്തിന് തന്നെ ഇങ്ങനെ ഉപയോഗിച്ചു വന്നു നൂറ്റാണ്ടുകൾക്കപ്പുറം മുന്നേ മുതൽ. പിന്നെ നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷുകാരാണ് വഖഫിന്റെ എല്ലാ അങ്ങിങ്ങായി കിടക്കുന്ന വസ്തുക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു പൊതു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊളോണിയൽ ഭരണമായിരുന്ന അവർ പോലും അന്നുള്ള അവർക്ക് പ്രമുഖരെന്ന് തോന്നിയ ഇസ്ലാമിക പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി നിരന്തരമായി ചർച്ച ചെയ്തിട്ടാണ് വഖഫ് ആക്ട് ഉണ്ടാക്കുന്നത്. വലിയ അതിക്രമകാരികളായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഒരു ചർച്ചയ്ക്ക് നടത്തണമെന്ന് അവർക്ക് തോന്നിയിരുന്നു. അത്രയ്ക്ക് പക്വത അവർ കാണിച്ചിരുന്നു. എന്നാൽ ഇന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വഖഫ് നിയമം പാസ്സാക്കുന്നതിൻ്റെ മുമ്പ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പണ്ഡിതനോടോ ഏതെങ്കിലും ഒരു സംഘടനയോടോ ഗവൺമെൻറ് ആലോചിച്ചിട്ട് പോലുമില്ല. ജനാധിപത്യ ഇന്ത്യയിൽ, കൊളോണിയൽ ഇന്ത്യയിൽ അന്നത്തെ അവർക്ക് തോന്നിയ പണ്ഡിതന്മാർ, സർ സയ്യിദ് അഹമ്മദ് ഖാനൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. അയാളോട് മുസ്ലിം സൊസൈറ്റിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും അവർക്ക് തോന്നിയ പണ്ഡിതന്മാരെ അവരൊരുമിച്ച് കൂട്ടി ചർച്ച നടത്തിയാണ് അന്നൊരു വഖഫ് ആക്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് ജനാധിപത്യ ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമോ സാവകാശമോ പക്വത പോലും കാണിക്കാതെയാണ് മറ്റൊരു ടീമിനെ 100% ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് അവരുടെ സ്വത്ത് സംരക്ഷിക്കാനാണെന്നും പറഞ്ഞ് നിയമം ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. ആരുടെ സ്വത്തിലാണോ ഈ നിയമം ബാധകമാകുന്നത് ആ സമൂഹത്തെ 100% ശത്രുപക്ഷത്ത് നിർത്തുക, ചർച്ചയ്ക്ക് തയ്യാറാവാതിരിക്കുക, പേരിനൊരു പാർലമെന്റ് സമിതി രൂപീകരിക്കുക. പാർലമെന്റ് സമിതി വെച്ച 40 നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും പ്രതിപക്ഷം സമർപ്പിച്ച 40 നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും സ്വീകരിക്കാതിരിക്കുക. നേരെ പാർലമെന്റ് സമിതിയിലുള്ള ഭരണപക്ഷത്തെ സമ്പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും സ്ട്രോങ് ആക്കാൻ വേണ്ടി വെച്ച 14 നിയമങ്ങൾ അങ്ങനെ തന്നെയും നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെയും പാസ്സാക്കിയെടുക്കുക. എന്നിട്ട് ഇതെല്ലാം ജോയിന്റ് പാർലമെന്റ് സമിതി അംഗീകരിച്ചതാണെന്ന് വ്യാജമായി പ്രചാരണം നടത്തുക. 2014 ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ജനാധിപത്യ വിരുദ്ധതയായിരുന്നു ചർച്ചകളും മറ്റ് മര്യാദകളും പാലിക്കാതെ നിയമങ്ങൾ ഇരുട്ടിലൂടെ പാസ്സാക്കിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ കുറേ സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. കാശ്മീരിന്റെ പ്രത്യേക വകുപ്പാവുന്ന 370 എടുത്തു മാറ്റിയത് അങ്ങനെയാണ്. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയത് അങ്ങനെയാണ്. ഇന്ത്യയിൽ വിവിധങ്ങളായ മതവിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട്. അവരിലൊക്കെ വിവാഹമോചനത്തിനുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഒന്നുപോലും ക്രിമിനൽ അല്ല, എല്ലാം സിവിൽ നിയമങ്ങളുടെ ഭാഗമാണ്. മുസ്ലിം സൊസൈറ്റിയുടെ മുത്തലാഖ് മാത്രം ക്രിമിനൽ നിയമത്തിന്റെ ഭാഗമായി മാറുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപരവൽക്കരിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ കുറേ നിയമങ്ങൾ വേറെ ഉണ്ടാക്കി. മുത്തലാഖ് അതിൽപ്പെട്ടതായിരുന്നു. പിന്നെ ഡൽഹിയിലെ സർവീസ് ബിൽ അതായിരുന്നു. ലേബർ നിയമ ഭേദഗതി അതായിരുന്നു. ഇങ്ങനെ കുറേ സംഗതികൾ ഇരുട്ടിൻ്റെ മറവിൽ പാസ്സാക്കിയെടുക്കുന്നതായിരുന്നു രീതി. പക്ഷേ ഇതിൽ കുറച്ചുകൂടെയൊക്കെ സുതാര്യമാണെന്ന് വരുത്താൻ വേണ്ടി 14 മണിക്കൂറിലേറെ ചർച്ച നടന്നു. പക്ഷേ പ്രതിപക്ഷത്ത് തീരെ മാനിച്ചില്ല. അവർ പറഞ്ഞതൊന്നും അംഗീകരിച്ചില്ല. കരുതിയതുപോലെ പാസ്സാക്കിയെടുത്തു. 1206 മുതൽ 1857 വരെയായിരുന്നു ഇന്ത്യയിൽ മുഗളന്മാരുടെ ഭരണം നിന്നത്. അന്ന് നിരവധിയായ വസ്തുവകകൾ അവർ വഖഫ് ചെയ്തു. 1923 ലോർഡ് റീഡിംഗ് അവതരിപ്പിച്ച മുസൽമാൻ വഖഫ് ആക്ട് മുതലാണ് സ്വത്തുക്കളുടെ ഏകീകരണം ഉണ്ടാകുന്നത്. ഇത് ബ്രിട്ടീഷുകാരാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി മുസ്ലിം പണ്ഡിതന്മാരോടൊക്കെ അവർ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ആളെപ്പോലും ചർച്ച ചെയ്യാതെ പുതിയ നിയമം പാസ്സാക്കുമ്പോൾ അതും അന്ന് അവർ കാണിച്ച മര്യാദയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതവിടെ കിടക്കട്ടെ. 2006 സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. മുസ്ലിം സൊസൈറ്റി എല്ലാം കൂടെ അടക്കി ഭരിക്കണമെന്നായിരുന്നു അതുവരെയുള്ള വ്യാപകമായ പ്രചാരണം. സച്ചാർ കമ്മീഷൻ ഈ ഒരു സൊസൈറ്റിയുടെ ദയനീയത കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചു. ഇത്തിരി മെച്ചവും ജീവിത നിലവാരവും കേരളത്തിൽ മാത്രമാണെന്ന് അവർ പ്രത്യേകം പറഞ്ഞു.
എന്നാൽ പോലും കേരളത്തിലും വ്യാപകമായ അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇവരുടെ മതപരമായ അധികാരമാകുന്ന വഖഫ് സ്വത്തിൽ ലക്ഷക്കണക്കിന് ഏക്കറുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് അവർ ഇതിനെതിരെയുള്ള നിയമം കൊണ്ടുവരണമെന്ന് പ്രത്യേകമായി നിർദ്ദേശം വെക്കുകയും അതിനുശേഷം ഈ ഒരു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് 2013 വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതും. അങ്ങനെയാണ് അതിലൊരു 40ാമത്തെ വകുപ്പ് കൂട്ടിച്ചേർക്കുന്നത്. ഈ 40ാമത്തെ വകുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? കുറേ ആളുകൾ കയ്യേറിയ, ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി 17 നിലയിലെങ്ങാണ്ട് വീടുണ്ടാക്കുന്നത് പോലും വഖഫ് സ്വത്തിലാണെന്നാണ് വ്യാപകമായ പരാതി. ആവശ്യമുള്ളവർക്കൊക്കെ പതിച്ചു കൊടുത്തു, ആവശ്യമുള്ളവർക്കൊക്കെ ധാരാളമായി സ്വന്തമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. പലപ്പോഴും കാര്യത്തൊഴുത്തുകളും മറ്റുമായി മാറി. ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. സച്ചാർ കമ്മീഷൻ അത് കൃത്യമായി രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് 2013 വഖഫ് നിയമങ്ങളെ പരിഷ്കരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് വഖഫ് കേസുകൾ നടത്തി തീരുമാനമെടുക്കാൻ വഖഫ് ട്രൈബ്യൂണലിന് പ്രത്യേകമായി അധികാരം കൊടുക്കുന്നത്. ഇത് വഖഫ് കമ്മിറ്റിക്ക് മാത്രമുള്ളൊരു സംഗതിയല്ല, ക്ഷേത്ര സംരക്ഷണത്തിനുള്ള സമിതിക്ക് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ അവർ പരിശോധിക്കുന്നു, ഇത് വഖഫ് ഭൂമിയാണെന്ന് ബോധ്യപ്പെടുന്നു. ആ വഖഫ് ഭൂമിയാണെങ്കിൽ അതിൽ നടപടിയെടുക്കാനുള്ള ഏകദേശം ജുഡീഷ്യറി അധികാരവും അവർക്ക് കിട്ടുന്നു. ഇത് പല ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടായി. അവരുടെ ഫാക്ടറി പോകുമെന്നായി, അവിടെ വീട് പൊളിക്കുമെന്നായി. വഖഫായി സമൂഹം ദാനം ചെയ്ത വസ്തുക്കളിൽ നിർമ്മിച്ച ഇത്തരം അനധികൃത നിർമ്മിതികളും കെട്ടിടങ്ങളും ഒഴിവാക്കി അത് വഖഫ് ഭൂമിയായിട്ട് തന്നെ മാറ്റുമെന്നായപ്പോൾ ഈ 40ാമത്തെ വകുപ്പ് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലും ഇന്ത്യയിലും വ്യാപകമായ പ്രചാരണങ്ങളുണ്ടായി. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഖഫ് ഭൂമിയിലുള്ള തർക്കത്തിൽ മാത്രമേ 40ാം വകുപ്പിനും അല്ലെങ്കിൽ പുതിയ പരിഷ്കാരത്തിനും ഇടപെടാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ പ്രചരിപ്പിച്ച് നടന്നത്? കേരളത്തിലൊക്കെ സമരം നടന്നു, തെക്ക് ഭാഗത്തൊക്കെ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ. ഏതൊരു ഭൂമിയും വഖഫ് ബോർഡിന് വന്നിട്ട് ഇത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് പിടിച്ചെടുക്കാമെന്നാണ് പറഞ്ഞുണ്ടാക്കിയത്. ഇത് ഞങ്ങളതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാമെന്നാണ് പറഞ്ഞുണ്ടാക്കിയത്. നേരത്തെ ഞാൻ പറഞ്ഞു, വഖഫ് ഭൂമിയിൽ മാത്രമേ വഖഫ് ബോർഡിനോ അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിനോ ബന്ധപ്പെടാൻ തന്നെ പറ്റുള്ളൂ. വഖഫ് ഭൂമി ആരൊക്കെ കൈയേറ്റം ചെയ്തിട്ടുണ്ട് അതിന്റെ കേസാണ് അവർ നടത്തേണ്ടത്. മുനമ്പം അങ്ങനെയാണ് പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്. അത് വഖഫ് ഭൂമിയാന്നുള്ളതിൽ ആർക്കും തർക്കമില്ല, രേഖകളും വ്യക്തമാണ്. ഗവൺമെന്റ് ഇതുവരെയുള്ള വിവിധങ്ങളായ വിധികളിൽ കോടതിയും ഗവൺമെന്റും അത് അംഗീകരിച്ചതുമാണ്. പക്ഷെ അത് പിന്നീട് പലരും കൈയേറ്റം ചെയ്തു. പലരും അവിടെ വലിയ റിസോർട്ടുകൾ സ്ഥാപിച്ച് ലാഭം കൊയ്തുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായും വഖഫ് ട്രൈബ്യൂണലിൽ ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റും. അതിന് 40ാമത്തെ വകുപ്പ് അവർക്ക് അംഗീകാരം നൽകുന്നുണ്ട്. ഇത് വ്യാപകമായി പിടിച്ചു മാറ്റലല്ല. ഒരുത്തന്റെ വസ്തു വേറൊരുത്തൻ വാങ്ങി. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാളുടെ ഫോൺ ഒരുത്തൻ കട്ടെടുത്തു, അത് കൊണ്ടുപോയിട്ട് ഒരു ഫോൺ കടയിൽ അയാൾ വിറ്റു. പോലീസ് വന്നിട്ട് അത് കൊണ്ടുപോകും. ഞാൻ പൈസ എടുത്ത് വാങ്ങിയതാണ്, നിങ്ങൾ പൈസ തരിയെന്നും പറഞ്ഞിട്ടല്ല പോലീസിന്റെ കയ്യിൽ അടുത്ത് തർക്കിക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കി. ഞാനത് പൈസ എടുത്ത് മേടിച്ചതാണ്, അതുകൊണ്ട് നിങ്ങളത് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ കൊടുത്ത പൈസ തരണം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഇതിലെൻ്റെ എല്ലാ നമ്പറും കയറ്റി ഇനി അത് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാര്യം? യഥാർത്ഥ ഉടമയുടേതായിട്ടത് നിലനിൽക്കുമ്പോൾ മറ്റുള്ള ഇടപെടലുകളോ വ്യവഹാരങ്ങളോ പരിഗണിക്കുകയില്ല. ഇത് വഖഫ് സ്വത്താണെന്നതിൽ ഒരു തർക്കമില്ല. അതിൽ പല മതവിശ്വാസികളുണ്ട് എന്നതിലും തർക്കമില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ മതക്കാരും സംഘടനക്കാരും മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യർ ബുദ്ധിമുട്ടാവരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വസ്തു നഷ്ടപ്പെടുമെങ്കിൽ അതിന് തുല്യമായ രീതിയിൽ അവർ ചെലവഴിച്ച പണത്തിന് ഒക്കും വിധത്തിലുള്ള എതിർ സംവിധാനം, പകരം സംവിധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറെ ആളുകൾ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള ഒരു പുതിയ ട്രെൻഡ് അങ്ങനെ, മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് പ്രബല രണ്ടാം ന്യൂനപക്ഷമാകുന്ന ക്രൈസ്തവരുടെയും അവരുടെയും ഇടയിൽ അടി നടത്തിക്കാനുള്ള വ്യാപകമായ ശ്രമം. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ കുട്ടൻ്റെയും മുട്ടൻ്റെയും ഒക്കെ കഥ പറഞ്ഞതുപോലെ ഇടയിൽ നിന്നിട്ട് ചോര കുടിക്കാൻ വേണ്ടിയുള്ള പല നിഗൂഢ ശ്രമങ്ങളും തിരിച്ചറിയാതെ ചില ആളുകൾ ഈ നിയലിനൊത്ത് തുള്ളുന്നുണ്ട്. അങ്ങനെയാണ് ഹലാൽ ഫുഡ് വിവാദത്തോടെ വരുന്നത്. ഹലാൽ ഫുഡ് ആവണമെങ്കിൽ തുപ്പിയിട്ട് കൊടുക്കണം എന്നാണ് വ്യാപകമായ പ്രചാരണം. എന്തിന്?
മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ മുസ്ലിങ്ങളുടെ ഫുഡ് നിർമ്മാണ ഫാക്ടറികളുമായി ജനങ്ങൾ ബന്ധപ്പെടരുത് എന്ന് കരുതിയിട്ട്. അത്വഹാറത്തു നിസ്ഫുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണെന്ന് പ്രഖ്യാപിച്ച വേറെ ഏതെങ്കിലും ഒരു ദർശനമുണ്ടോ? ഇല്ല, ഇസ്ലാം മാത്രം. പിന്നെ എങ്ങനെ ഭക്ഷണത്തിൽ തുപ്പുക, മൂത്രമൊഴിക്കുക? ഇങ്ങനെയൊക്കെ ആയാലേ ഹലാൽ ഫുഡ് ആവുള്ളൂ എന്നാണ് വ്യാപകമായി പ്രചാരണം ഉണ്ടായത്. എന്ന് മാത്രമല്ല, പേരെടുത്ത് ചില പ്രസ്ഥാനം അല്ലെങ്കിൽ ചില വലിയ സംഘടനക്കാരൊക്കെ നോട്ടീസ് അടക്കിയതും ഇടയലേഖനം വായിച്ചതും പച്ചക്ക് വർഗീയതയായിരുന്നു. അങ്ങനെ തല്ലുകൂടി ലാഭമുണ്ടാക്കുമ്പോൾ താൽക്കാലികമായി ചില സന്തോഷമൊക്കെ കിട്ടുമായിരിക്കും, കേരളത്തിൽ മാത്രം. അത് പ്രത്യേകം പറയണം. വഖഫ് നിയമം പാസ്സായ അന്ന് തന്നെയാണ് RSSന്റെ മുഖപത്രം ദി ഓർഗനൈസർ ഇനി ചർച്ച് ബില്ലും പാസ്സാക്കണമെന്ന് ലേഖനം വരുന്നത്. മുസ്ലിങ്ങളുടെ 2 സ്വത്ത് അനധികൃതമായി ക്രൈസ്തവർ, പ്രത്യേകിച്ച് കത്തോലിക്കർ കൈവശം വെച്ചിരിക്കുന്നു, അത് പിടിച്ചെടുക്കണമെന്ന് ഗവൺമെന്റിന് നിർദ്ദേശം വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അന്ന് 17 ലക്ഷം കോടിയിലധികം ഏക്കറൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് എന്നാണ് RSSന്റെ മുഖപത്രം എഴുതിയത്. അത് മൊത്തം പിടിച്ചെടുക്കണം. പണ്ട് ബ്രിട്ടീഷുകാർ 90 കൊല്ലത്തിനും 100 കൊല്ലത്തിനും ഒക്കെ ലീസിന് കൊടുത്ത സാധനം സ്വന്തമാക്കി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെന്റിലേക്ക് വക ചേർക്കണമെന്ന് കൃത്യമായ രീതിയിൽ ലേഖനം വന്നത്. അപ്പൊ കേരളത്തിലൊരു ചെറിയ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി, അല്ലെങ്കിൽ ഈ ടീമിന് വിജയിച്ചു കയറാനുള്ള വോട്ട് ബാങ്കുകളായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇനിയുള്ള എല്ലാ ഭീഷണിയും അവഗണിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഡു വിതരണം ചെയ്തു. ഈ നിയമം പാസ്സായെന്ന് തെക്ക് ഭാഗത്തൊക്കെ ചില ക്രൈസ്തവ സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി, പടക്കം പൊട്ടിച്ചു. എന്ത് കാര്യത്തിന്? മുനമ്പം കഴിച്ചില്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ മഹാബദ്ധം. മുനമ്പവുമായി പുതിയ നിയമത്തിനൊരു ബന്ധമില്ല. പുതിയ നിയമത്തിന് മുൻകാല പ്രാബല്യമല്ല. മുമ്പുള്ള കേസുകളൊക്കെ അതിൻ്റെ രീതിയിൽ പോകും. ഇനിയുള്ള കേസുകൾ മാത്രമാണ് പുതിയ വഖഫ് നിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ളത്. മുമ്പുള്ള കേസുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ നിയമത്തിന്റെ ഊക്കിൽ കോടതിയിലേക്ക് പോകാൻ പാടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ലഡു വിതരണം ചെയ്തിട്ട് ആഘോഷിച്ചു. കാര്യം, ഒരു ചെറിയ സന്തോഷവും സുഖവും കിട്ടണം. അതേ സമയത്ത് മണിപ്പൂരിൽ, രാജസ്ഥാനിൽ വിവിധ ഇടങ്ങളിൽ ഇവരുടെ സഹോദരന്മാർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2024 മാത്രം 700-ലേറെ മാരകമായ അക്രമങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുണ്ടായി എന്ന് അവരുടെ തന്നെ സംഘടനകളുടെ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 700-ലേറെ ഒരൊറ്റ വർഷം. ഇപ്പോഴും അത് തുടരുന്നു. 300 പോലീസുകാർ കയറി വന്നെന്നും, താങ്കൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പള്ളിയിലെ വികാരിയെന്ന് പറഞ്ഞു. ഇതാരാന്ന് ചോദിച്ചപ്പോൾ സഹവികാരിയെന്ന് പറഞ്ഞു. അതോടുകൂടെ അടി തുടങ്ങിയെന്നും നിലത്തിട്ട് ചവിട്ടിയിട്ട് ഷോൾഡറിന്റെ എല്ല് പൊട്ടിയെന്നൊക്കെ ഒരു ഫാദർ കരഞ്ഞു പറയുന്നുണ്ട്. കേരളത്തിലല്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവ സഹോദരന്മാരെല്ലാവരും ഒന്നുമല്ല. കുറച്ച് നേതാക്കൾ, അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. കോടിക്കണക്കിന് സ്വകാര്യ സ്വത്തുക്കളിലേക്ക് ഈടി വരാതിരിക്കണം. അതൊക്കെ അവരുടേതായിട്ട് തന്നെ അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അതിനു വേണ്ടി എന്ത് ത്യാഗവും അവരുടെ സമൂഹത്തെ എത്രമേൽ ഉറ്റിക്കൊടുത്താലും പ്രശ്നമില്ല എന്നിടത്ത് അവരെത്തുന്നു. ഇതും എല്ലാ സംഘടനകളും അല്ല. ഇതിനെ ശക്തമായി എതിർക്കുന്ന സംഘടനകളുണ്ട്, അച്ഛന്മാരുണ്ട്, വലിയ ഉന്നത നേതാക്കന്മാരുണ്ട്, കാര്യബോധമുള്ളവരുണ്ട്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവരതേക്കുറിച്ചൊക്കെ നിരന്തരമായി പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഒന്നാമത്തെ ശത്രുവായിട്ട് RSSന്റെ പൂർവ്വ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന മുസ്ലിമാണ്. രണ്ടാമത്തെ ക്രൈസ്തവരാണ്. മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകളാണ്. അറിയാലോ, പ്രസിദ്ധമായ ഒരു ഇറ്റാലിയൻ കവിയുടെ കവിത, അവസാനം നമ്മളെ തേടി വന്നു, അപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് ചിലരൊക്കെ സ്വയം നടന്നു കയറുകയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിനൊരു മനോഹാരിതയുണ്ട്. ഏതെങ്കിലും ഒന്ന് മാത്രം നിലനിൽക്കുന്നതല്ല അത്. ഇന്ത്യയുടെ സൗന്ദര്യം തന്നെ ഈ വ്യത്യസ്തതയാണ്. നാനാത്വത്തിൽ ഏകത്വമാണ്. അതില്ലാതാക്കാൻ വേണ്ടി ഒരു നിലക്കും ഒരാളും കൂട്ട് നിൽക്കാതിരിക്കുമ്പോഴാണ് ഇന്ത്യ വിജയിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ നിരന്തരം തോറ്റുകൊണ്ടിരിക്കും. ഇന്ത്യ നിരന്തരമായിട്ട് തോറ്റുകൊണ്ടിരിക്കും. പുതിയ വഖഫ് നിയമത്തിന് എന്താ ഇങ്ങനെ എതിർപ്പ് എന്നൊക്കെ ചോദിക്കുന്ന കുറേ നിഷ്കളങ്കരുണ്ട്. അത് വഖഫിനൊക്കെ സംരക്ഷിക്കാനല്ലേ എന്നാണ്. ആ രീതിയിലാണെങ്കിൽ മുസ്ലിങ്ങൾ അതിനൊന്നാകെ പിന്തുണക്കുമായിരുന്നു. സത്യത്തിൽ അതല്ല. പ്രധാനമായും ആ പുതിയ വഖഫ് നിയമത്തിനുള്ള പ്രശ്നങ്ങൾ, ഒന്ന്, അതിൻ്റെ സുതാര്യത ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്.
ഇത് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളൊരു സംവിധാനമാണ്. ക്ഷേത്ര ബോർഡിൽ ഹിന്ദുക്കളില്ലാത്തതുപോലെ ഹൈന്ദവ മതവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കുറേ വകുപ്പുകളിൽ ഒരു അഹിന്ദുവും പാടില്ലാത്തതുപോലെ ഇത് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നതാണ് അതിൻ്റെ മര്യാദ. ഇതുവരെയും അങ്ങനെയായിരുന്നു. പക്ഷേ 2 മെമ്പർമാർ നിർബന്ധമായും അമുസ്ലിങ്ങളാവണമെന്നാണ് പുതിയ നിയമം. പിന്നെ അതിൻ്റെ ഉന്നത തലത്തിൽ നിൽക്കുന്ന ആളുകളോ അവർ മുസ്ലിം ആവണമെന്ന് നിയമല്ലേ ഇല്ല. അങ്ങനെ വരുമ്പോഴുള്ളൊരു ഗുണം അവിടെയും ചെയർമാനായിട്ടും മറ്റും ഹൈന്ദവന് കടന്നു വരാൻ പറ്റും, ക്രൈസ്തവന് കടന്നു വരാൻ പറ്റും. ക്രൈസ്തവനായതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ക്രൈസ്തവനായതുകൊണ്ടുള്ള പ്രശ്നമല്ല വിഷയം. ഹൈന്ദവനായതുകൊണ്ട് ഹിന്ദുത്വം എന്നതുകൊണ്ടുള്ള പ്രശ്നമല്ല. ഒരു വിഷയത്തിൽ തർക്കം വരുമ്പോൾ, ഒരു വഖഫ് സ്വത്തിൽ തർക്കം വരുമ്പോൾ കേസിന് പോവേണ്ടയാൾ ആരോപകന് പിന്തുണക്കുന്ന ശക്തമായൊരു സാഹചര്യം കടന്നു വരും. കാരണം ഗവൺമെന്റിന്റെ നോമിനിയായിരിക്കും ഈ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവുക. അതൊരു അമുസ്ലിം ആകുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വാദിയും പ്രതിയും കോടതിയും പോലീസും ഒരേ വകുപ്പായി മാറും. ലക്ഷക്കണക്കിന് ഏക്കർ വഖഫ് സ്വത്തുക്കൾ ഈ ഒരൊറ്റ കാരണത്താൽ പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് കഴിയും. ഗവൺമെന്റിന് ആരുടെയും സ്വത്ത് പിടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. കൃത്യമായ ന്യായങ്ങളില്ലാതെ ഗവൺമെന്റിന് ഏതെങ്കിലും ഒരാളുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. ബുൾഡോസർ രാജിനെതിരെ ശക്തമായി സുപ്രീം കോടതി 6-7 പ്രാവശ്യം സംസാരിച്ചത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കുഴപ്പം ചെയ്തു എന്നതുകൊണ്ട് അയാളുടെ സ്വത്തുവകകൾ നശിപ്പിക്കാനോ പിടിച്ചെടുക്കാനോ ഗവൺമെന്റിന് പോലും അധികാരമില്ല. പുതിയ നിയമപ്രകാരം അങ്ങോട്ട് സുതാര്യമായി കടന്നു വരാൻ പറ്റും. രണ്ടാമത്തേത്, നിലവിൽ ഗവൺമെന്റും വഖഫുമായി തർക്കമുള്ള ഏത് ഭൂമിയുടെയും നിജസ്ഥിതി നിർണ്ണയിക്കാൻ കലക്ടർ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നു. സ്വാഭാവികമായും ഗവൺമെന്റിനെ പിന്തുണച്ച് മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇതുവരെയുള്ള പലജാതി തീരുമാനങ്ങളിൽ അതാണ് നമ്മൾ കാണുന്നത്. ഒരുവിധ ഇത്തരം നിയമങ്ങളില്ലാതെ എന്നല്ല, ആരാധനാലയങ്ങളിൽ ബാബരി മസ്ജിദ് ഒഴിച്ചുള്ളതെല്ലാം നിലവിലുള്ള സ്റ്റാറ്റസ് നിലനിർത്തണമെന്ന് സുപ്രീം കോടതിയുടെയും പാർലമെന്റിന്റെയും പ്രത്യേക നിയമങ്ങളും വിധിയും കൽപ്പനയും ഉണ്ടായിരിക്കെ തന്നെ ഇന്ത്യയിലെ പല പള്ളികളുടെയും അടിത്തറ മാന്താൻ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് പറ്റുന്നുണ്ട്. സംഭലിൽ അതാണ് കണ്ടത്, വേറെ പലയിടങ്ങളിൽ അതാണ് കാണുന്നത്. ഇതിനെതിരെ നിയമമുണ്ട്, അതാണ് രസം. ബാബരി മസ്ജിദ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പള്ളികളും നിലവിലുള്ള അവസ്ഥ നിലനിർത്തണം, അതിനെതിരെ ആരോപണങ്ങളോ പിടിച്ചെടുക്കാനോ പാടില്ലെന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. സുപ്രീം കോടതിയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള വിധികളുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് ഒരൊറ്റ ഉദ്യോഗസ്ഥന് വിധി പറയാൻ പറ്റും, പരിശോധിക്കട്ടെ എന്ന്. അങ്ങനെ ആർക്കിയോളജി വകുപ്പ് എന്നും പറഞ്ഞു കുറച്ചാളുകൾ വന്ന് പോലീസിന്റെ ശക്തമായ ബന്ദോബസ്തിൽ ആ പള്ളിയുടെ അടിത്തറ മാന്തി കൊണ്ടുപോകാൻ പറ്റും. ഒരാൾ ആരോപണം നടത്തിയാൽ മാത്രം മതി. കല്ലിൽ ഇങ്ങനെ ഒരു കൊളാമ്പി പോലത്തെ സാധനമുണ്ട്. ആ കൊളാമ്പി പോലത്തെ സാധനം എന്തിനായിരുന്നു ഉപയോഗിച്ചത്? വെള്ളം ഹൗദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചത്. അതിലേക്ക് വെള്ളം കോരിപ്പാരാനുള്ളതാണ്. അങ്ങനെ ഹൗദിലേക്ക് അതിങ്ങനെ പൈപ്പ് വഴി എത്തിച്ചേരും. പണ്ട് നമ്മുടെ ഒക്കെ ഹൗദുകളിൽ അന്നത്തെ മുക്രിമാര് വെള്ളം ഒഴിക്കലാണ് പരിപാടി. ഈ തിരൂർ ഭാഗത്തൊക്കെ പോയാൽ തണ്ണിമ്പിച്ചി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പോലും. തണ്ണി വീഴ്ത്തുന്ന ആളാണ് മൂപ്പര്. ഇതിനു വേണ്ടിയുള്ളൊരു സംവിധാനം. പക്ഷെ ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇത് ശിവലിംഗം തന്നെയാണല്ലോ, കേസായി. ഉടനെ തന്നെ പ്രാദേശിക കോടതി പരിശോധിക്കാനുള്ള വിധി കൊടുക്കും. ആ പരിശോധിക്കാനുള്ള വിധി വരുന്നതോടുകൂടെ പരിശോധന എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കയറി ഇങ്ങനെ പരിശോധിച്ച് ഇത് പള്ളി തന്നെയാണെന്ന് പറഞ്ഞു പോരലല്ല, അടിമാന്തലാണ്. ഈ മാന്തലിൻ്റെ ഇടയിൽ ഒരു മിനുസുള്ള കല്ലോ മറ്റോ കിട്ടിയാൽ അവരുടെ ബന്ദോബസ്തത്തിലാണ് ചെയ്യണത്. ആ ഉദ്യോഗസ്ഥന്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് അനുഭവങ്ങൾ. അവർ തന്നെ സംഘടിപ്പിച്ച എന്തെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ ഭാഗമൊക്കെ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. ഹോളി ആഘോഷം നടക്കണം കൃത്യമായിട്ടൊന്നും, അന്ന് വെള്ളിയാഴ്ച പള്ളിയിലേക്കാരും വരരുത് എന്നും പ്രഖ്യാപിക്കുന്ന ഭരണാധികാരികളുണ്ടായി. പള്ളികളെല്ലാം ഒരു പഴുതുപോലും വെക്കാതെ ടാർപോളിനിട്ട് മൂടിക്കെട്ടി വെച്ചു. പള്ളിയിലേക്ക് കയറാൻ പാടില്ല, നിങ്ങൾ വന്നാലും കയറാൻ കഴിയില്ല എന്നുള്ള രീതിക്ക്. നിലവിൽ നിയമപരമായ സുരക്ഷ ഉണ്ടായിട്ട് പോലും ഇതാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് വഖഫ് കൈകാര്യം ചെയ്യുന്ന CEO-യൊക്കെ ഒരു അന്യമതക്കാരനായി വരികയും അദ്ദേഹത്തെ ഗവൺമെന്റ് നിശ്ചയിക്കുകയും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ വാദിയും
പ്രതിയും പോലീസും കോടതിയും ഒരേ വിഭാഗമായി തീരുന്നു. വഖഫ് സ്വത്ത് അടിച്ചട് മാറ്റും. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരിൽ നമ്മൾ റിപ്പോർട്ട് കണ്ടത്. ഒരൊറ്റ ദിവസം കൊണ്ട് 1,00,000-ലധികം വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു അല്ലേന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് വഖഫ് സ്വത്തിൻ്റെ ഈ മതപരമായ ഈ സംഗതിയിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ഒരു ജനറൽ സംഭവമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം. പണ്ടൊക്കെ വഖഫ് ചെയ്ത സംഗതികൾക്ക് ഇന്നത്തെ ആധുനിക രേഖകളൊന്നും ഉണ്ടാവില്ല. അത് സ്വാഭാവികം മാത്രമാണ്. മുഗളന്മാർ വഖഫ് ചെയ്ത കാലത്ത് ഇന്നത്തെ രജിസ്ട്രേഷൻ സംവിധാനങ്ങളുണ്ടോ? ഇല്ല. പിന്നെ അന്നത്തെ ആ വഖഫ് സ്വത്തുക്കൾക്ക് ഒരു സംരക്ഷണമായി വഖഫ് നിയമത്തിലുണ്ടായിരുന്നതാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു സംവിധാനം. ഉപയോഗിച്ചു വരുന്ന ആളുകൾ, കാലങ്ങളായി വർഷങ്ങളായി ഉപയോഗിച്ചു പോകുന്ന ആളുകൾക്ക് അതിൽ എന്തുണ്ട്, അതിൽ അധികാരമുണ്ടെന്നും അത് അവരുടേതാണ് എന്നും പറയുന്നതായ ഒരു സംവിധാനം അതില്ലാതെയാകുന്നു ഈ ഒരു പുതിയ നിയമത്തിൽ. വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ പരിപാടി ഇനി ഇല്ല. അപ്പൊ ഇതുവരെ ഉപയോഗിച്ചു വരുന്ന മുഗളന്മാരുടെ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഹെക്ടർ കണക്കിനുള്ള വഖഫ് സ്വത്തുക്കൾക്ക് രേഖ സമർപ്പിക്കാൻ ആ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ നിർബന്ധിതരാകുന്നു. എവിടുന്ന് രേഖ ഉണ്ടാക്കാൻ പോയാൽ അത് നൽകേണ്ടത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ. ഇതിനുവേണ്ടി കേസിന് പോകേണ്ടതാണ് ആരാണ്? അടുത്ത ഘട്ടത്തിലൊക്കെ ആയിട്ട് വരുന്ന ഗവൺമെന്റ് തന്നെ നിയോഗിക്കുന്ന മുസ്ലിം പോലും അല്ലാത്ത ഈ വഖഫ് ട്രൈബ്യൂണലിലെ നേതാക്കൾ. എത്ര കയറിയിറങ്ങിയാലും ഇതിന് രേഖ ഉണ്ടാവുകയുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ലഭ്യമാവുകയുമില്ല. ഇങ്ങനെ തർക്കം വരുമ്പോൾ എന്ത് ചെയ്യാം? കലക്ടറിന് തീരുമാനിക്കാം. കലക്ടർ റിപ്പോർട്ട് കൊടുക്കും, ഇത് ഗവൺമെന്റിനുള്ളതാണ്. ലക്ഷക്കണക്കിന് ഏക്കർ വഖഫ് സ്വത്തുക്കൾ അങ്ങനെ വിശ്വാസികൾക്ക് നഷ്ടപ്പെടും. ലക്ഷക്കണക്കിന് ഏക്കർ വഖഫ് സ്വത്തുക്കൾ അങ്ങനെ വിശ്വാസികൾക്ക് നഷ്ടപ്പെടും. ഇത് വിശ്വാസികളുടേതാണ് എന്നതിൽ ഒരു തർക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ തർക്കാക്കാൻ ഒരാളുടെ പരാതി മാത്രം മതിയാകും. ഇതുവരെ നിലവിൽ തർക്കമില്ലാത്ത സംഗതികൾ അങ്ങനെ തന്നെ തുടരുമെന്ന് ഈ വഖഫ് നിയമത്തിലുണ്ട്. പക്ഷെ തർക്കമുള്ള ലക്ഷക്കണക്കിന് ഏക്കറുകളുണ്ട്. തർക്കം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് താനും. ഒരൊറ്റയാൾ പരാതി കൊടുത്താൽ മതി. ഇങ്ങനെ നിരവധിയായ ഒളി അജണ്ടകൾ നിലനിൽക്കുമ്പോൾ ബുൾഡോസർ രാജിന് വലിയ ഒരു സപ്പോർട്ടാകും ഈ നിയമം. കേസ് നിലവിലുണ്ട്, അതോടുകൂടെ പൊളിച്ചു മാറ്റണമെന്ന് കുറേ പള്ളികൾ പൊളിക്കപ്പെടും, കുറേ ദർഗകൾ പൊളിക്കപ്പെടും, കുറേ മദ്രസകളും കുറേ കോളേജുകളും വിശ്വാസികളിൽ നിന്ന് നഷ്ടപ്പെടും. കാരണം പരാതി കൊടുക്കാൻ ഒരാളുണ്ടായാൽ മതി. പരാതിക്കാരനും വാദിയും പ്രതിയും പോലീസും കോടതിയും ട്രൈബ്യൂണലും ഒന്നായി മാറും. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വളരെ ഗൗരവത്തിലായിരുന്നു വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ട്? പലരും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് പല സപ്പോർട്ടും വെച്ചിട്ട്. അത് തിരിച്ചു പിടിക്കണമെന്ന്, ഈ സൊസൈറ്റിക്ക് അത് മുതൽക്കൂട്ടാക്കണമെന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് 2013 പരിഷ്കരണം വരുന്നത്. അതിനെ തുടർന്നാണ് 40ാമത്തെ വകുപ്പുണ്ടാവുന്നത്. ഇതെല്ലാം ഒഴിച്ച് മാറ്റിയിട്ട് ഈ ട്രൈബ്യൂണലിൽ നിന്ന് അധികാരം എടുത്തു കളഞ്ഞ് പൊതുകോടതികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പൊതുകോടതിയുടെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം. ബാബരി മസ്ജിദിന്റെ ഒക്കെ വിധി 10-13 പോയിന്റുകളാണ് ആ വിധിയുടെ ആദ്യം പറഞ്ഞത്. ഇതുവരെയും ഇത് വിശ്വാസികളുടേതായിരുന്നു എന്ന്, ഇത് ബാബർ നിർമ്മിച്ചതാണ് എന്ന്, നിരാക്ഷേപം അതിൽ ഇത്രയും കാലം വിശ്വാസികളുടെ ബാങ്കും ഇഖാമത്തും നിസ്കാരവും നടന്നു വന്നിരുന്നു എന്ന്. ഒരു നിലക്കും അത് ക്ഷേത്രം പൊളിച്ച് നിർമ്മിച്ചതാണ് എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ക്ഷേത്രം പൊളിച്ച് നിർമ്മിച്ചതാണ് എന്ന് ഒരു നിലക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഇങ്ങനെ 10-13 പോയിന്റ് പറഞ്ഞിട്ട് അവസാനം വിധി വന്നത് എന്താണ്? എല്ലാവരും പ്രതീക്ഷിച്ചു അതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് നൽകണം എന്ന് വരുംന്ന്. അല്ല, ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചിട്ട് ഇത് അവർക്ക് കൊടുക്കണമെന്നും പകരം 5 ഏക്കർ സ്ഥലം ഗവൺമെന്റ് മുഅ്മിനീങ്ങൾക്ക് കൊടുക്കണം എന്നുമാണ് വിധി വന്നത്. ഇതുകൊണ്ടാണ് ഒരു സമൂഹത്തെ നിരന്തരമായി ദ്രോഹിച്ച്, ഒരു സമൂഹത്തെ നിരന്തരമായി പ്രതിസ്ഥാനത്ത് നിർത്തി, ഒരു സമൂഹത്തെ പാർശ്വവൽക്കരിച്ച് ഇന്ത്യ സൃഷ്ടിക്കുന്നത് യഥാർത്ഥ ഇന്ത്യ ആവില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയേണ്ടത് നമ്മുടെ മുമ്പിലുള്ള മാർഗങ്ങൾ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ്.
കോടതി വ്യവഹാരങ്ങളാണ്. സുപ്രീം കോടതിയിലേക്ക് കേസിന് പോണത് കേവലം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന മാത്രമല്ല. ജനാധിപത്യ സംഘടനകൾ മൊത്തം ആ വഴിക്ക് പോകുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ AAP പോലും കേസ് കൊടുക്കുന്നു എന്ന് ഇന്നലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അന്നു മുതൽ അതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവരുടെ പാർട്ടി കോൺഗ്രസിൽ അതിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഒറ്റ നോട്ടിൽ തന്നെ ഇത് മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടിയും പാർശ്വവൽക്കരിക്കാനുള്ളതാണെന്നും എല്ലാവർക്കും മനസ്സിലാകുന്നു. എന്ന് വെച്ച് നമ്മളെല്ലാവരും പലരും കാണിക്കുന്നത് പോലെ വയലന്റ് ആകാൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ മുമ്പിൽ ജനാധിപത്യപരമായ സമരമാർഗങ്ങളാണുള്ളത്, കോടതി വ്യവഹാരങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയ അന്ന് ബഹുമാന്യരാകുന്ന AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത അടിയന്തര മുഷാവറ കൂടുന്നതും കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതും അതിൻ്റെ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതും. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ പല വകുപ്പുകൾക്ക് കൃത്യമായി വിരുദ്ധമാണ് ഈ നിയമം. പല വകുപ്പുകൾക്ക്, അത് വിശദീകരിക്കാൻ കുറച്ച് സമയം ആവശ്യമുള്ളതാണ്. പല വകുപ്പുകൾക്കും കൃത്യമായി വിരുദ്ധമാണ് ഈ നിയമം. എണ്ണി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14, 15, 24, 25, 26 ഇതിനൊക്കെ വിരുദ്ധമാണ് ഈ നിയമം. 25, 26 നമുക്കറിയാം, മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയുന്നതാണ്. ഓരോ മതക്കാർക്കും അവരുടെ ആദർശം അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് പ്രത്യേകം പറയുന്നതാണ്. ഓരോ മതക്കാർക്കും അവരുടെ ആദർശ പ്രചാരണത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങാൻ, പ്രസിദ്ധീകരണങ്ങൾ നടത്താമെന്നുള്ളതാണ്. ഇതിനൊക്കെ വിരുദ്ധമാകുന്നത് കൊണ്ട് തന്നെ ഇത് കോടതി വ്യവഹാരങ്ങളിലൂടെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒപ്പം പടച്ച റബ്ബിലേക്ക് കൃത്യമായി അടുക്കാനും പ്രാർത്ഥന സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറാനും നമുക്ക് സാധിക്കണം. നിരാശയല്ല ഈ സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാവേണ്ടത്, പ്രതീക്ഷയാണ്. പരിശുദ്ധ ഇസ്ലാം പ്രതീക്ഷയുടെ കണങ്ങളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. പടച്ച റബ്ബ് നമ്മളെ സഹായിക്കുമെന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 42, 43 വചനങ്ങളിൽ പറയുന്ന ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഫലസ്തീനിൽ വലിയ അക്രമം നടക്കുമ്പോൾ, ഗസ കത്തുമ്പോൾ നിരവധിയായ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, 17,000 ചില്ലാൻ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തിനാണ് മരിക്കുന്നു എന്ന് പോലും അറിയാതെ കൊല്ലപ്പെടുമ്പോൾ, പെരുന്നാളിൻ്റെ രാവിൽ പോലും കുളിച്ചൊരുങ്ങി ഇറങ്ങി വരുന്ന പിഞ്ചോമനകൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ഭീകരന്മാർ ശക്തമായ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാവേണ്ടത് സൂറത്ത് ഇബ്രാഹിമിൻ്റെ 42-ാമത്തെ വചനമാണ്. ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമകാരികൾ ചെയ്യുന്ന ഇത്തരം ഹീനമായ, ക്രൂരമായ, നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധവാനാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണ് വീഴ്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്, അതിനുവേണ്ടി റബ്ബ് തആല കാത്തുവെക്കുകയാണ്. ഈ കൺപോള കൊണ്ട് മൂടാൻ പറ്റൂല. അടിയിലിങ്ങനെ തെരുക പോലെ അത് ചുറ്റിക്കിടക്കും. കണ്ണ് മിഴിച്ച് പുറത്തേക്ക് വരും. കണ്ണ് മിഴിച്ച് പുറത്തേക്ക് വരും. മുഖ്തഈന മുഖ്നിഇ റഊസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും. അവർക്ക് തല താഴ്ത്താൻ പോലും കഴിയില്ല, മിഴിച്ചു നിൽക്കുന്നുണ്ടാകും, മിഴിച്ചു നിൽക്കും. വഅഫ്ഇദത്തുഹും ഹവാ. ആ നിമിഷത്തെ അവരുടെ കുടില ബുദ്ധിയെല്ലാം ശൂന്യമായി പോകും. അവർക്ക് വേദമോദി കൊടുക്കുന്നവരൊക്കെയും നിഷ്പ്രഭരായി പോകും. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പടച്ച റബ്ബ് പറയുന്നു, വഅൻദിരിന്നാസ യൗമ യതീഹുമുൽ അദാബ്. അദാബ് വരുന്ന ഒരു ഭീകരമായ ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് സമൂഹത്തിന് താക്കീത് ചെയ്തുകൊണ്ടിരിക്കുക. ഫയഖൂലുൽ ലദീന ളലമൂ റബ്ബനാ അഖ്രിജ്നാ ഇലാ അജലിൻ ഖരീബ്. ഈ അക്രമകാരികളെല്ലാവരും പറയും, പടച്ച റബ്ബേ, ഞങ്ങളെ ഇത്തിരി നേരത്തേക്കെങ്കിലും നീ ഒന്ന് പിന്തിപ്പിച്ചിടണം, ഈ ഭീകരത ഇല്ലാതാക്കി തരണം, മരണത്തിൽ നിന്ന് ഞങ്ങളെ കുറച്ചു നേരമെങ്കിലും നീ സംരക്ഷിക്കണം. എങ്കിൽ നുജിബ് ദഅവതക വനത്തബിഉർ റുസുൽ. ഞങ്ങൾ മാന്യമായി ജീവിച്ചോളാം, പ്രവാചകന്മാരെ പിന്തുടർന്നോളാം, നിന്റെ വിളിയാളത്തിന് ഞങ്ങൾ ഉത്തരം നൽകിക്കോളാം. അവലം തകൂനു അഖ്സംതും മിൻ ഖബ്ലു മാ ലക്കും മിൻ സവാൽ. ഇതിന്റെ മുന്നേ നിങ്ങൾ ഇങ്ങനെ കുറേ പ്രതിജ്ഞ എടുത്തിട്ടില്ലേ എന്ന് മലാക്കന്മാർ ചോദിക്കും. നന്നായിക്കോളാം എന്ന് പല പ്രതിജ്ഞ ഇതിന്റെ മുമ്പ് നിങ്ങൾ എടുത്തിട്ടില്ലേ? നിങ്ങൾക്ക് യാതൊരു മാറ്റമില്ലല്ലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് തീരുമാനാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാക്കന്മാർക്ക് കൽപ്പന കൊടുക്കും. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് റബ്ബ് തആല കാത്തു നിൽക്കുന്നത്. പലസ്തീനിലെ പിഞ്ചോമനുകളുടെ രക്തം വെറുതെയാവില്ലേ? പാവപ്പെട്ട ഉമ്മമാരുടെ കണ്ണീരിൻ്റെ സമുദ്രം, വ്യഥ നഷ്ടപ്പെടില്ല. പടച്ച റബ്ബ് അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാകും. ചിലപ്പോൾ ഭൂകമ്പമായിരിക്കും,
വെള്ളപ്പൊക്കമായിരിക്കും. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, റോഹിംഗ്യൻ മുഅ്മിനീങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ പീഡിതരാണവർ, ദുഃഖിതരാണവർ. തോണി മനുഷ്യരെന്നാണ് അവരുടെ പേര്. വട്ടത്തിൽ ഒരു കൊട്ട പോലെയുള്ള തോണി മുടഞ്ഞുണ്ടാക്കും. അതിൽ കയറി 5-6 ആളുകൾ മറുകര പറ്റും. അവിടെ നിന്ന് ബുദ്ധ ഭീകരന്മാരുടെ ശക്തമായ പീഡനം സഹിക്കവയ്യാണ്ട് പിന്നെയും തോണിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഓരോരുത്തരും എത്തുമ്പോൾ അവിടെ നിന്ന് മറുകരയിലേക്ക് പോകും. ഇങ്ങനെ തോണിയിൽ ജീവിക്കുന്നത് കൊണ്ട് ലോകം അവർക്കിട്ട പേരാണ് തോണി മനുഷ്യർ. ഭയങ്കര നെകളിപ്പായിരുന്നു അവിടുത്തെ ഭരണകൂടത്തിനൊക്കെ. ഇതുകൊണ്ടാവണമെന്ന് കൃത്യമായി ഞാൻ പറയല്ല. പക്ഷെ ഒരു ചെറിയ കുലുക്കം വന്നു. 10,000 ചില്ലാനം ആളുകൾ മരിച്ചു എന്നാണ്. അതിൻ്റെ ഇരട്ടി ആളുകളെ കാണാൻ പറ്റിയില്ല എന്നാണ്. അതിൽ മുസ്ലിങ്ങളും പെട്ടിട്ടുണ്ടാകും, അതിൽ മുസ്ലിം പള്ളികളും ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അത് റബ്ബ് നേരത്തെ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഫിത്ന വരുമ്പോ വത്തഖൂ ഫിത്ന, അള്ളാഹുവിന്റെ ഫിത്നയെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ. അത് അക്രമകാരികളാകുന്നവർക്ക് മാത്രമല്ല സംഭവിക്കുക, പാവപ്പെട്ടവരും കുടുങ്ങും. ചിലപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളും അതിൽ കുടുങ്ങും. പക്ഷെ നെകളിപ്പ് റബ്ബ് തആല നിർത്തിവെക്കും. വലിയ ഉഷാറ് വേണ്ട എന്ന് പറയും. ലോകത്തിന്റെ മുമ്പിൽ പട്ടാള ഭരണകൂടം കേണുകൊണ്ടിരുന്നു. രക്ഷപ്പെടുത്തണം, സഹായം വേണം, വെള്ളമില്ല, ഭക്ഷണമില്ല, സംവിധാനങ്ങളില്ല, ഉള്ളിൽ കിടക്കുന്ന 10,000-10,000-ലേറെ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് കേണുകൊണ്ടിരുന്നു. ലോകത്തിന്റെ സഹായത്തിന് വേണ്ടി യാചിക്കേണ്ടി വരും. മനുഷ്യന്റെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കേണ്ടി വരും. അതിൽ വിശ്വാസികളും പെട്ടുപോകും. പക്ഷേ വിശ്വാസികൾ അതുവരെയും ദുരന്തത്തിൽ തന്നെയാണ്. വലിയ ഉഷാറിൽ ജീവിച്ചിരുന്നവർ ഇതോടുകൂടെ ഇല്ലാണ്ടായി പോകും. അക്രമകാരികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് റബ്ബ് തആല അശ്രദ്ധവാനാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. റബ്ബ് ഒരു പ്രത്യേകമായ സമയത്തേക്ക് കാത്തുവച്ചിരിക്കുകയാണെന്ന ബോധം വേണം. അള്ളാഹുലേക്ക് അടുക്കണം, സൗഹൃദം കാണിച്ചു കൊടുക്കണം, സൗഹൃദത്തിന് വേണ്ടി ജീവിക്കണം, പാവപ്പെട്ടവനെ സഹായിച്ചുകൊണ്ടേയിരിക്കണം. ഹൈന്ദവനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും നമ്മുടെ സഹായം എത്തണം. ഇതാണ് ഇസ്ലാമെന്നും ഇസ്ലാമിന്റെ സൗഹൃദമെന്നും ഇസ്ലാമിന്റെ വിശാലതയെന്നും ആ വസ്തുത സമൂഹത്തിന് മനസ്സിലാക്കാനാവണം. വെള്ളാപ്പള്ളിമാർക്ക് ഇவ்விധത്തിൽ മറുപടി നൽകണം. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സ്റ്റേറ്റ് ആണെന്നും അവിടെ പ്രത്യേക വിഭാഗം ആളുകൾക്ക് മാത്രമേ ശ്വാസം കഴിക്കാൻ പോലും പറ്റുള്ളൂ എന്നും വൃത്തികേടും വർഗീയതയും പച്ചത്തെറിയും പറയുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഇത്തരം മഠയന്മാർക്ക് കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കേണ്ടത് ജീവിതം കൊണ്ടാണ്. നമ്മുടെ അയൽവാസിയാകുന്ന ഹൈന്ദവനെ സ്നേഹിച്ചുകൊണ്ടാണ്, അവന് സഹകരണം നടത്തിക്കൊണ്ടാണ്, അവൻ്റെ മോളുടെ കല്യാണത്തിന് സഹായം ചെയ്തുകൊണ്ടാണ്, അവന് രോഗം വരുമ്പോൾ ചികിത്സിച്ചുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ വല്ല ഭക്ഷണവും സ്പെഷ്യലായി പാകം ചെയ്താൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞതുപോലെ അയൽവാസിക്ക് കൂടി നൽകിക്കൊണ്ടാണ്. നമ്മുടെ കയ്യിലുള്ള വിഭവം നമുക്കും മക്കൾക്കും അയൽവാസിക്കു കൂടെ സൗകര്യപ്പെടില്ലെങ്കിൽ അതിൽ വെള്ളം ചേർത്ത് ദീർഘിപ്പിച്ച്, നമ്മൾ വെക്കുന്ന കറിയിൽ വെള്ളം ചേർത്ത് ദീർഘിപ്പിച്ച് അയൽവാസിക്ക് കൂടി നൽകണമെന്ന ഇസ്ലാമിൻ്റെ മനോഹരമായ നിയമം കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ റബ്ബിൻ്റെ സഹായം നമുക്കുണ്ടാകും. ജനാധിപത്യപരമായ അവകാശങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കും. ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളുടെയും പിന്തുണയുണ്ടാകും. അതാണ് ഈ പാർലമെന്റിൽ 2 ദിവസം മുന്നേ 14 മണിക്കൂറോളം നമ്മൾ കണ്ടത്. അങ്ങനെ റബ്ബിലേക്കടുത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ലെവലിലേക്ക് മാറി നിയമപരമായ പ്രതിഷേധങ്ങളും നിയമം അംഗീകരിക്കുന്ന പ്രതിഷേധങ്ങളും കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സ്വത്തുവകകൾ സംരക്ഷിക്കാനും ഒരാൾക്ക് പോലും ഉപദ്രവമില്ലാത്ത വിധം ജീവിക്കാനും നമുക്ക് കഴിയണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കുവോളം നമ്മുടെ തലമുറകൾ ഖിയാമത്ത് നാൾ വരെയും പരിശുദ്ധ ദീനിൽ തന്നെ ഉറച്ചു ജീവിക്കാനും വിശ്വസിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബ് തആല നമ്മയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റിദ്ധരിച്ച ആളുകൾക്ക് അല്ലാഹു സദ്ബുദ്ധി നൽകുമാറാവട്ടെ. ദീനിൻ്റെ ഖാദിമീങ്ങളായി വളരാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരന്മാർക്കും പടച്ച റബ്ബ് തുണയേകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.